ഒക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അവർ എന്നോട് പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഓരോ വിശ്വാസുകളും ബുദ്ധിമുട്ടുകളും ഒക്കെ വിഷമങ്ങളും ഒക്കെ ഉണ്ടായപ്പോ അവസാനം പിന്നെ ഉമ്മ എന്നെ വല്ലാതെ നിർബന്ധിച്ചപ്പോ ഞാൻ പോയി. എവിടെ പോയി? തങ്ങന്മാരത്ത് പോയി, മൂല്യമാരത്ത് പോയി. ഞാൻ പറഞ്ഞു, പൊന്നു സഹോദരി, ഇനി എന്തെങ്കിലും ബാക്കിയുണ്ടോ? എന്തെങ്കിലും വല്ല അമലും ബാക്കിയുണ്ടോ? എത്രയോ വർഷങ്ങളായി ഇതൊക്കെ കേട്ട് പഠിച്ചിട്ടും നിങ്ങൾക്ക് ഈ തൗഹീദിന്റെ അടിത്തറ മനസ്സിലാകാതെ പോയില്ലേ എന്നാണ് ഞാൻ വെറുതെ പറഞ്ഞ. സുഹൃത്തുക്കളെ, അന്ധവിശ്വാസങ്ങൾ ഇപ്പോഴും ശേഷിക്കുന്നവരാണ് പല ആളുകൾ. മനസ്സിന്റെ ഉള്ളിൽ ആ ശിർക്കിന്റെ അംശങ്ങൾ ഇപ്പോഴും ഉണ്ട്. ഉണ്ടെങ്കിൽ ബാക്കി കൊണ്ടൊന്നും ഒരു കാര്യവുമില്ല. വലഖദ് ഊഹിയ ഇലൈക വഇലല്ലദീന മിൻ ഖബ്ലിക ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. ആർക്കും സംഭവിക്കൂലേ? ഉണ്ടല്ലോ റസൂലുള്ളാഹിനെ വിളിച്ചിട്ട് പറയണത്, നീ തന്നെ ശിർക്ക് ചെയ്താലും നിന്റെ അമലുകളൊക്കെ ബാത്തിലായി പോകുന്നത്. മനസ്സിന്റെ ഉള്ളിൽ ആ വിശ്വാസമുണ്ട്. വിപത്തുക്കളും ബുദ്ധിമുട്ടുകളും മേൽക്ക് മേലെ വരുമ്പോൾ എന്തോ സംഭവിച്ചു, ആരോ ചെയ്തോ, എന്തോ പറ്റിയോ, എന്നിട്ട് അതിനെന്തെങ്കിലും ക്രിയകളും കാര്യങ്ങളും ചെയ്യുന്ന ഒരു മനസ്സ്. കുട്ടികൾക്ക് വലിയ രോഗങ്ങൾ വരുമ്പോൾ, ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ, പരീക്ഷണങ്ങൾ വരുമ്പോൾ, എന്തിന് സുഹൃത്തുക്കളെ, നമ്മളൊക്കെ നമ്മുടെ ചെറുപ്പത്തിൽ കണ്ടാൽ ഒരു കുട്ടി ജനിച്ചാൽ ആ കുട്ടിക്ക് ഒരു കറുത്ത വളയോ കറുത്ത കുപ്പായമോ ഇട്ടുകൊടുക്കാത്ത ആളുകൾ ആരുണ്ടായിരുന്നു? അത് എവിടുന്ന് കിട്ടിയതാ സുഹൃത്തുക്കളെ? എവിടെങ്കിലും ഉണ്ട്? നമ്മൾ പഠിച്ച ഇസ്ലാമിന്റെ കാര്യങ്ങളിൽ എവിടെങ്കിലും ഉണ്ട്? കുട്ടിക്ക് പേരിടണം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ കുട്ടിക്ക് വേണ്ടി അറുക്കണം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒക്കെ നമ്മൾ പഠിച്ചു. എവിടെങ്കിലും ഉണ്ട് സുഹൃത്തുക്കളെ ഒരു കറുത്ത ചെരടിനെ കുറിച്ച്, കറുത്ത നൂലിനെ കുറിച്ച്, കറുത്ത വളനെ കുറിച്ച്? അരിയിലൊരു ചെരട് കടന്നോട്ടെ, അല്ലെങ്കിൽ ഒരു കറുത്ത വള കടന്നോട്ടെ, ഹോസ്പിറ്റലിലെ തൊട്ട് മുന്നിലെ കടയിൽ പോയിട്ട് ആദ്യം വാങ്ങിക്കൊണ്ടുവരണം. അള്ള തന്ന ആ കുട്ടിക്ക് ആദ്യം നമ്മൾ വാങ്ങിക്കൊണ്ടുവരുന്നത് എന്താ അറിയും? കറുത്ത കുപ്പായം. എന്താ കറുത്ത കുപ്പായത്തിന്റെ പ്രത്യേകത? ചൊറുക്കാണോ? അല്ല, കാവൽ കിട്ടാൻ. ആ കുട്ടി അത് എവിടുന്ന് കിട്ടിയതാ സുഹൃത്തുക്കളെ? ഇസ്ലാം എന്ന് കിട്ടിയതാ, മുസ്ലിങ്ങൾ എന്ന് കിട്ടിയതാ, സ്വഹാബത്ത് കിട്ടിയതല്ല, അന്യ മതസ്ഥരെന്ന് കിട്ടിയതാ. അതൊക്കെ മനസ്സിലുണ്ടെങ്കിൽ വിശ്വാസം എവിടെ? നമ്മുടെ തൗഹീദ് എവിടെ? നിസ്കാരം കഴിഞ്ഞ് പറയുന്ന വാക്കെവിടെ? അല്ലാഹുമ്മ ലാ മാനി അലിമാ അതൈത് വലാ മുഅതി ലിമാ മനഅത് വലാ റദ്ദ ലിമാ ഖളൈത്. അല്ലാഹുമ്മ ലാ മാനി അലിമാ അതൈത്, അല്ലാഹുവേ നീ തന്നതിനെ തടുക്കാൻ ഒരാളുമില്ല. വലാ മുഅതി ലിമാ മനഅത, നീ തടുത്തതിനെ തരാനും ഒരാളുമില്ല. വലാ റദ്ദ ലിമാ ഖളൈത, നിന്റെ വിധിയെ പ്രതിരോധിക്കാൻ നീ തീരുമാനിച്ചതിനെ തടുക്കാൻ ഒരാളുമില്ല. ഇതിനേക്കാളും വ്യക്തമായിട്ട് അള്ള പറയുന്നുണ്ട് വിശുദ്ധ ഖുർആനിൽ, വഇയംസസ്കല്ലാഹു ബിദുർരിൻ ഫലാ കാശിഫ ലഹു ഇല്ലാഹു വഇൻ യുരിദ്ക ബിഖൈരിൻ ഫലാ റാദ്ദ ലിഫദ്ലിഹി യുസീബു ബിഹി മൻ യശാഉ മിൻ ഇബാദി. വഇയംസസ്കല്ലാഹു ബിദുർരിൻ, അല്ലാഹു നിനക്കൊരു ബുദ്ധിമുട്ടിനെ വരുത്താൻ വിചാരിച്ചാൽ ഫലാ കാശിഫ ലഹു ഇല്ലാഹു, അവനല്ലാതെ ആ ബുദ്ധിമുട്ടിനെ നീക്കിത്തരാൻ ആരുമില്ല. വഇൻ യുരിദ്ക ബിഖൈരിൻ, ഒരു നന്മ നിനക്ക് വരുത്തണമെന്ന് അവൻ തീരുമാനിച്ചാൽ ഫലാ റാദ്ദ ലിഫദ്ലിഹി, അവന്റെ ഔദാര്യത്തെ തടുക്കുന്ന ഒരാളുമില്ല. യുസീബു ബിഹി മൻ യശാഉ മിൻ ഇബാദി, തന്റെ അടിമകളിൽ അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവനത് ബാധിപ്പിക്കും. അള്ള തന്നത് തടുക്കാൻ ആരെ കൊണ്ടും പറ്റൂല. അള്ള തരാത്തത് വാങ്ങിത്തരാൻ ആർക്കും പറ്റൂല.